A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoil, Valamthood, Malappuram. Rockwell Mountain Retreat, Kakkadampoil, Nayadampoil. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. മുസ്ലിം ലീഗുമായി താൻ നടത്തിയ ചർച്ചകൾ അനുകൂലമെന്ന് PV അൻവർ. UDF-ലെ രണ്ടാം കക്ഷി എന്ന നിലയ്ക്കാണ് ലീഗ് നേതാക്കളെ കണ്ടതെന്നും മറ്റ് ഘടകകക്ഷികളെയും കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും PV അൻവർ പാണക്കാട് പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾക്കറിയാം, UDF ലീഡർഷിപ്പ് കോൺഗ്രസ് ലീഡർഷിപ്പുമായി തിരുവനന്തപുരത്ത് മിനിയാന്ന് ചർച്ച നടത്തി. വളരെ ഫ്രൂട്ട്ഫുള്ളായ ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞു. UDF-ൽ ഒന്നാം കക്ഷിയാണ് കോൺഗ്രസ്. രണ്ടാം കക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി ചർച്ച നടത്തുക എന്ന ഞങ്ങളുടെ ധാർമ്മിക മര്യാദയും ബാധ്യതയും ആ നിലക്ക് വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണോ തിരുവനന്തപുരത്ത് നടന്ന ആ ചർച്ച, അതേ ഇഫക്റ്റ് തന്നെയാണ്. വളരെ അനുകൂലമാണ്, അനുഭാവപൂർവമാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണുന്നത്. അല്ല, പച്ചക്കൊടി ആദ്യം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെക്ക് കൊടി എവിടെ നിന്നും വന്നിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അനുകൂലമായതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തേർഡ് പാർട്ടി എന്ന നിലക്ക് PJ ജോസഫ് സാറിനെയും ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങളുടെ മര്യാദ സ്വാഭാവികമായിട്ടും നടത്തുക എന്ന സതുദ്ദേശത്തിലപ്പുറം മറ്റു വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഇതിനില്ല. ഇതൊരു സൗഹൃദപരമായിട്ടുള്ള കാഴ്ച മാത്രമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന സംശയവും അൻവർ പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. പിണറായിയുടെ ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക എന്നത്. ഇതിന് കേന്ദ്ര സർക്കാരും കൂട്ടുനിൽക്കുകയാണെന്നും ഈ ആഴ്ച കൂടി വിജ്ഞാപനം വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. നമ്മളൊക്കെ വലിയ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്നറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അതൊന്നും അന്വേഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞാണ്. കാരണം പിണറായിയും CPM-ഉം RSS-ഉമായിട്ടുള്ള കേന്ദ്രവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്നത് ആരുടെ ആവശ്യമാണ്? പിണറായിയുടെ ആവശ്യമാണ്. പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് വരാൻ പോകുന്നത്. അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുക എന്നത് CPM-ന്റെ ആവശ്യമാണ്. ആ CPM-ന്റെ ആവശ്യത്തോടൊപ്പം BJP നിന്ന് കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. നിലമ്പൂരിൽ ഈ നിമിഷം വരെ BJP-യുടെ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ഒരു കൺവെൻഷനോ ഒരു ലീഡർഷിപ്പ് മീറ്റിങ്ങോ ഒന്നും നടന്നിട്ടില്ല. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിട്ടും എന്താ ഈ നിമിഷം വരെ BJP അതിന് തയ്യാറാവാത്തത്? അതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ചെടുക്കേണ്ടത്, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പിണറായി ശ്രമിക്കും. അതിന് RSS BJP കേന്ദ്ര നേതൃത്വം സഹായിക്കും. അതെ, നമ്മൾ നിയമ പോരാട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ വരികയും 200 ചില്ലാനം ബൂത്തുണ്ടായിരുന്ന 256 ബൂത്തായി മാറ്റുകയും 2, 3, 4 യോഗങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒരു നാടകമായിരുന്നോ എന്ന് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. നമ്മൾ ഈ ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും. ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. നമ്മൾ ആ നിലപാട് ആദ്യം മാറ്റിയിട്ടില്ലല്ലോ. നിങ്ങളിങ്ങനെ പറയാണ് ആ നിലപാട് മാറ്റി അങ്ങനത്തെ ഇതായി. ഒരു നിലപാടും മാറിയിട്ടില്ല. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBA-യോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCA-യിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും.
ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര